വിദേശ ഫലം ആയിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നാട്ടിൽ 100 മേനി വിളയിച്ചിരിക്കുകയാണ് കൊല്ലം തഴുത്തല സ്വദേശി വിക്ടർ പാപ്പച്ചൻ. 20 വർഷത്തോളം പ്രവാസ ജീവിതം നടത്തിയ വിക്ടർ പാപ്പച്ചൻ 5 വർഷം മുൻപാണ് കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. റംബൂട്ടാനും കുരുമുളകും ഒക്കെയായിരുന്നു ആദ്യ കൃഷിയെങ്കിലും 1 വർഷം മുൻപാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ആശയം ഒരു സുഹൃത്ത് മുഖേന വിക്ടർ പാപ്പച്ചന് അറിയാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ കോന്നി അത്തിക്കയത്തിൽ നിന്നും 120 രൂപ നിരക്കിൽ 50ഓളം മൂട് തൈകൾ വാങ്ങി തഴുത്തലയിലുള്ള തൻ്റെ ഫ്ലവർ മില്ലിനോട് ചേർന്ന് 20 സെൻറ്റ് വസ്തുവിൽ കൃഷി ആരംഭിച്ചത്. ആദ്യമൊക്കെ മുള്ളൻപന്നി പോലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു എങ്കിലും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് വിളവെടുപ്പ് നടത്തിയത്. പ്രവാസിയായിരുന്നു. പിന്നെ ഞാനിവിടെ നാട്ടിൽ വന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടു, പിന്നെ റംബൂട്ടാൻ ഇതെല്ലാം ഇട്ടു. പിന്നെ ഇതിലോട്ട് വരാനുണ്ട കാരണമെന്ന് പറയുന്നത് 8 വർഷം മുമ്പ് ഇതിൻ്റെ ഒരു തൈ എനിക്ക് പള്ളിമുക്കിൽ നിന്ന് കിട്ടി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ചട്ടിയിൽ നിന്ന് വളർന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് അതിന് അടുത്തുള്ള ഒരാൾ ഇതിനകത്ത് കൃഷി ചെയ്തു തുടങ്ങി. ആ സമയത്ത് തന്നെ ഞാനും ഇത് അടൂരിൽ നിന്ന് കോന്നി അത്തിക്കൽ സ്ഥലത്തു നിന്ന് തൈ കൊണ്ടുവന്ന് നട്ടത്. ഇതൊരു 7 മാസമായപ്പോൾ തന്നെ ഈ കാവ് പിടിച്ചു തുടങ്ങി. 7 മാസം അത്രേ എടുത്തോളൂ. ഇപ്പം ഞാൻ വെച്ചിട്ട് തന്നെ ഏതാണ്ട് 19-20 മാസത്തിനകത്തേ ആവുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചുള്ള കുറച്ച് കൃഷി നാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചാൽ ബാക്കി അല്ലാതെ ഉള്ള എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര മരം നട്ടിട്ടുണ്ട്? ഇവിടെ എനിക്ക് എല്ലാം 50 കൂടുതലുണ്ട്. പിന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് വേറെ കുറച്ച് ചില്ലറ 2-3 ആയിട്ടൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല, കാര്യം നല്ല പിടുത്തമുണ്ട്. പിന്നെ കഴിഞ്ഞ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒരു ചെറിയൊരു മങ്ങലുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഭാര്യ ഷെർലി വിക്ടറും മക്കളായ വിജിത്ത് വിക്ടറും സോന വിക്ടറും കൃഷിക്ക് സഹായമായി ഒപ്പമുണ്ട്. 50 കിലോളം വരുന്ന കായ്കളാണ് ഈ സീസണിൽ വിളവെടുത്തത്. ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ റംബൂട്ടാൻ കൃഷിയും ഇദ്ദേഹത്തിന് ഈ പുരയിടത്തിലുണ്ട്. ഉടൻ തന്നെ റംബൂട്ടാൻ്റെ വിളവെടുപ്പ് നടക്കുമെന്നും വിക്ടർ പറഞ്ഞു. ചാണകം, എല്ലുപൊടി, കോഴിവളം മുതലായവയാണ് കൃഷിയിടങ്ങളിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. പൊതുവിപണിയിൽ 380 രൂപ വരെ വിലയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് 200 രൂപയ്ക്കാണ് വിക്ടർ വിൽപ്പന നടത്തുന്നത്.